കയ്യിലേക്ക് കൂടുതൽ വരാം. ഒരു കോൾ ഉണ്ട്. ഹലോ, വെൽക്കം ടു ദി പ്രോഗ്രാം. ആരാണ്? നമസ്കാരം. നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? പാലക്കാട് സബിതയാണ്. സബിത ചോദിച്ചോളൂ. പൊതുവെ പാലക്കാട് ചൂടും കാറ്റും കൂടുതലാണല്ലോ ഡോക്ടർ. ഏത് സമയത്തും സ്കിൻ വല്ലാതെ ഡ്രൈ ആയിരിക്കും. എത്ര എണ്ണ തേച്ചാലും, ഫീൽഡ് വർക്കൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ, എത്ര എണ്ണ തേച്ചാലും പുറത്തുപോയി വരുമ്പോഴത്തേക്കും ആകെ വല്ലാതെ സ്കിൻ ഡള്ളാവും. അപ്പൊ അതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ആയുർവേദത്തിൽ എണ്ണയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. സ്കിന്ന് ഡ്രൈ ആവുന്ന പറഞ്ഞാൽ ഇങ്ങനെ പൊട്ടുന്നുണ്ട്, അങ്ങനെ പൊട്ടി വരുന്നുണ്ട്, ഈ വെളുത്ത് മുരിഞ്ഞിട്ട് ചൊറിച്ചൽ അനുഭവപ്പെടും. അപ്പൊ മാന്തി കഴിഞ്ഞ് ഇങ്ങനെ മുരി ഇങ്ങനെ പാറിപ്പോവും. അത് നമുക്ക് പുറമേ തേക്കാനാണെങ്കിൽ സോപ്പ് ഉപയോഗിക്കാതിരിക്കുക ഒരു കാര്യം. പിന്നെ ഏലാദി ചൂർണം ഉണ്ട്. അത് പിന്നെ വെള്ളത്തിൽ കുഴച്ച് ദേഹം മുഴുവൻ തേച്ച് ഉണങ്ങി വരുമ്പോൾ അത് കഴുകിക്കളയുക. പിന്നെ ഏലാദി വെളിച്ചെണ്ണ പുരട്ടണം. ഏലാദി വെളിച്ചെണ്ണ അത് ഒരു പരിധി വരെ നമ്മുടെ അതെ, സോപ്പിന് പകരം ഏലാദി ചൂർണം ശരീരത്തിൽ ഉരച്ച് കഴുകി കുളിക്കാം. അല്ലെങ്കിൽ തന്നെ ഒരു പയറുപൊടി ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ച് ത്വക്കിന് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ പലതരത്തിലുള്ള സ്നാനചൂർണങ്ങൾ കിട്ടും. സിദ്ധാർത്ഥ സ്നാനചൂർണം എന്നൊക്കെ പറഞ്ഞ് പല മരുന്നുകൾ കൂടിച്ചേർന്നിട്ടുള്ള സ്നാനചൂർണങ്ങളുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ തൊലിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും പോകും. ഭക്ഷണത്തിൽ നമ്മൾ കൂടുതൽ ഇപ്പം തണുപ്പ് കാലമാണെങ്കിൽ കൂടുതൽ രൂക്ഷമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക. കുറച്ച് നെയ്യൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ തണുപ്പ് കാലം വരുമ്പോ ഈ അപ്പോ ഈ ഏലാദി കേരം തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. വളരെയധികം സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒരു എണ്ണയാണ്. അത് ഉപയോഗിച്ചാൽ മതി, നല്ലത്, കറക്റ്റ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ